UK ഇന്നത്തെ വാർത്താവിശേഷങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പതിവ് ജലപരിശോധനയിൽ സാധാരണയേക്കാളും കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയതിനാൽ ടാപ്പ് വാട്ടർ തിളപ്പിച്ചതിന് ഉപയോഗിക്കണമെന്ന് നോർത്ത് യോർക്ക്ഷയർ നിവാസികളോട് യോർക്ക്ഷയർ വാട്ടർ കമ്പനി ആവശ്യപ്പെട്ടു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും പല്ല് തേക്കാനും തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോർത്ത് യോർക്ക്ഷയറിലെ ഹൈ ബന്താം, ലോ ബന്താം, ബർട്ടൺ എന്നിവിടങ്ങളിലെ 200 പോസ്റ്റ് കോഡിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം ബാധിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിനും റിഫോം പാർട്ടിയിൽ നിന്ന് നേരിടുന്ന ഭീഷണിയും മറികടക്കുന്നതിനായി അസൈലം ആപ്ലിക്കേഷൻ റിജക്റ്റായ ആളുകളെ വിദേശ രാജ്യങ്ങളിലെ റിട്ടേൺ ഹബ്ബുകളിലേക്ക് കയറ്റിയേക്കാൻ കെയർ സ്റ്റാമർ പദ്ധതിയിടുന്നു. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിൻ്റെ അൽബേനിയ ട്രിപ്പിനിടെയാണ് ഈ പ്രഖ്യാപനം വന്നത്. റിട്ടേൺ ഹബ്ബുകൾ സ്ഥാപിക്കാൻ കെയർ സ്റ്റാമറിൻ്റെ മനസ്സിലുണ്ടായത് അൽബേനിയ ആയിരുന്നു. എന്നാൽ അൽബേനിയൻ പ്രധാനമന്ത്രി ആ പത്രസമ്മേളനത്തിൽ തന്നെ UK ഈ ആവശ്യം സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ താമസിക്കാൻ അൽബേനിയ ഇറ്റാലിയൻ ഗവൺമെൻറ്റുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങളായി ഇതുപോലെ കരാറിൽ ഒപ്പിടില്ലെന്നാണ് അൽബേനിയൻ പ്രധാനമന്ത്രി പറഞ്ഞത്. സെർബിയ, ബോസ്നിയ, നോർത്ത് മാസിഡോണിയ എന്നീ രാജ്യങ്ങളും പരിഗണനയിലുണ്ട്. ഋഷി സുനാക് സർക്കാരിൻ്റെ റുവാണ്ട ഡിപ്പോർട്ടേഷൻ സ്കീം റദ്ദ് ചെയ്ത് 1 വർഷത്തിന് ശേഷമാണ് കെയർ സ്റ്റാമർ ഇപ്പോൾ മറ്റൊരു യൂറോപ്യൻ രാജ്യത്ത് ഡിപ്പോർട്ടേഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അനധികൃതമായി UKയിലെത്തുന്ന എല്ലാവരെയും തന്നെ റുവാണ്ടയിലേക്ക് കയറ്റി അയക്കുന്നതായിരുന്നു ഋഷി സുനകിൻ്റെ സ്കീമെങ്കിൽ അസൈലം ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയവരെ മാത്രം ഡിപ്പോർട്ടേഷൻ ഹബ്ബുകളിലേക്ക് മാറ്റാനാണ് കെയർ സ്റ്റാമറിൻ്റെ നീക്കം. കെയർ സ്റ്റാമറിൻ്റെ ഈ നീക്കം ലേബർ പാർട്ടിയിലെ MPമാരിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ജനിച്ച് മിനിറ്റുകൾക്ക് ശേഷം ഉപേക്ഷിക്കപ്പെട്ട 3 നവജാത ശിശുക്കളുടെ മാതാപിതാക്കൾക്കായുള്ള തെരച്ചിൽ ലണ്ടൻ പോലീസ് ഊർജിതമാക്കി. 2017, 2019, 2024 എന്നീ 3 വർഷങ്ങളിലാണ് ഈ നവജാത ശിശുക്കളെ ഫുട്പാത്തിൽ നിന്നും പാർക്കിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ 3 കുട്ടികളും DNA പരിശോധനയിലൂടെയാണ് സഹോദരന്മാരാണെന്ന് കണ്ടെത്തിയത്. ഈ കുട്ടികളുടെ മാതാപിതാക്കളെ കണ്ടെത്താൻ UK ഒരു ചാരിറ്റി സംഘടന 20,000 പൗണ്ട് പാരിതോഷികം പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഈ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ ഗ്രീൻവേ ഏരിയയിലുള്ള ഏകദേശം 400ഓളം വീടുകളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ കയറിയിറങ്ങി അവിടെ താമസിക്കുന്ന ആളുകളുടെ DNA ടെസ്റ്റിനായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെയധികം പേർ സമ്മതിക്കുന്നതായും കുറച്ചുപേർ വിസമ്മതിക്കുന്നതായും പോലീസ് പറഞ്ഞു. ദേശീയ DNA ഡാറ്റാബേസിൽ നിന്നും കുട്ടികളുടെ മാതാപിതാക്കളെ കണ്ടെത്താൻ പോലീസ് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഒന്നും ഫലം കണ്ടിട്ടില്ല.